ആ നിമിഷം നിങ്ങൾക്ക് ആകെ ആശ്വാസമുള്ളൊരു കാര്യമുണ്ടാവും. നിങ്ങൾക്ക് ആകെ ആശ്വാസമുള്ളൊരു കാര്യമുണ്ടാവും. അത് പുറത്ത് നിങ്ങളെ കാത്തിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളില്ലേ, അയാളെ ഈ ആയുസ്സിൽ മറക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ടാക്സി ഡ്രൈവർ ആയിരുന്നത് അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും ആ മനുഷ്യന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. നമ്മുടെ വൈഫ് വയനാട് കുറച്ചു കാലം പഠിച്ചിരുന്നു. നമ്മുടെ മോന് 10 വയസ്സുള്ളൂ. അപ്പൊ ഇവന് സാധാരണ അവന്റെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെയാണ് വരിക. ഒരു ദിവസം അവൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് വരണം. മലപ്പുറത്ത് നിന്ന് വയനാട് വരെ KSRTC-യിൽ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് അവൻ ഒറ്റയ്ക്ക് വരണമെന്ന് പറഞ്ഞു. നമ്മളവനോട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവന്റെ വല്യപ്പ ഗ്രാൻഡ് ഫാദർ അവന് ധൈര്യം കൊടുത്തു, ഞങ്ങൾക്കും ധൈര്യം തന്നു. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അവനെ അങ്ങോട്ട് കയറ്റി വിട്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യം. അങ്ങനെ അദ്ദേഹം മലപ്പുറം ടൗൺ വരെ പോയി ഒരു KSRTC ബസ്സൊക്കെ കണ്ടുപിടിച്ച് അതിന്റെ ഡ്രൈവറോടും കണ്ടക്ടറോടൊക്കെ സംസാരിച്ച് കുട്ടി ഒറ്റക്കാണ് പോണത്, നോക്കണേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഇഷ്ടമുള്ളൊരു സീറ്റിൽ ഇരുത്തി അവനെ കയറ്റിവിട്ടു. ഞങ്ങൾ കൽപ്പറ്റയിൽ അവനെ കാത്തിരിക്കുക. 2 മണിക്കൂറുണ്ട് യാത്ര, 2 മണിക്കൂറുണ്ട്. 100 കിലോമീറ്ററോളം ഉണ്ടല്ലോ, മിക്കവാറും അതിലേറെ സമയമുണ്ട്. ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും ഇവനിങ്ങനെ വിളിക്കും, ഞാൻ എത്തിയിട്ടുണ്ട്, കാണുന്ന കാഴ്ചകളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ കൽപ്പറ്റയിൽ വന്നിറങ്ങി. അപ്പൊ നമ്മളെ കുറെ ദൂരെ നിന്ന് അവനിങ്ങനെ നോക്കുകയാണ്, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടക്ടറോട് നന്ദിയൊക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ഇറങ്ങി നിന്ന ഒരു നിമിഷമുണ്ട്, ഭയങ്കര അഭിമാനത്തോടെ. അങ്ങനെ ഞങ്ങളെ കണ്ടു, അവൻ ഓടി വന്നു. ഇപ്പോഴും അവന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവനത് പറയും, ഒറ്റയ്ക്ക് വയനാട് വന്ന ദിവസം. പക്ഷെ അവൻ അറിയാത്തൊരു കാര്യം അന്ന് നടന്നിരുന്നു. ആ KSRTC ബസ് മലപ്പുറത്ത് നിന്ന് കൽപ്പറ്റയിൽ എത്തുന്നത് വരെ ആ ബസ്സിന്റെ പിറകിൽ 63 വയസ്സുള്ള അവന്റെ വല്യപ്പ ബൈക്കും കൊണ്ടുണ്ടായിരുന്നു. ആ ബസ് സുരക്ഷിതമായി അവിടെ എത്തി എന്ന് അറിയുന്ന നിമിഷം വരെ എന്റെ പിന്നാലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. ഇതാണ് പടച്ചോൻ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചെയ്യുന്നത്.